വാർഷികം. അതിൻ്റെ മുമ്പായിട്ട് 70, 85, 90 ഒക്കെ നടത്തിയിട്ടുണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിൻ്റെ 90-ാം വാർഷികത്തിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു 2026 ഫെബ്രുവരിയിൽ വെച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം നടത്തപ്പെടുന്നതാണ്. ആ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2026 ഫെബ്രുവരിയിൽ അതിൻ്റെ തീയതി അടുത്ത് കൂടുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ യോഗം ബാംഗ്ലൂർ വെച്ചുകൊണ്ട് തീരുമാനിക്കും. അതിൻ്റെ ഒരു ഉദ്ഘാടന സമ്മേളനം ബാംഗ്ലൂരിൽ വെച്ചുകൊണ്ട് ഈ ജനുവരി 28-ാം തീയതി വിപുലമായ പരിപാടികളോടുകൂടി നടത്തപ്പെടുകയാണ്. ഏകദേശം 1,00,000-ലധികം പേർ ആ സമ്മേളനത്തിൽ പങ്കെടുക്കും. ബാംഗ്ലൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗ്രൗണ്ടുകളാണ് അതിനുവേണ്ടി ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒന്ന് പാലസ് ഗ്രൗണ്ടും മറ്റൊന്ന് ഖുദ്ദൂസ് ഗ്രൗണ്ടും. സ്വസംഘം പ്രവർത്തനങ്ങൾ ഇവിടെ നടന്ന യോഗം അവലോകനം ചെയ്തു. സമ്മേളനം വിജയിപ്പിക്കാൻ പോഷക സംഘടനകൾ അവരുടെ അടുത്ത തീയതികളിലായി കൊണ്ടിട്ട് അതിൻ്റെ യോഗങ്ങൾ നടത്തും. 2024 ജനുവരി 19 വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് ശേഷം എല്ലാ ജുമുഅത്തുകളുടെയും ആ നാട്ടിലുള്ള എല്ലാ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടെ മറവെട്ടെടുക്കുന്നതായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകർ, മറ്റവിടെ മറവെട്ടെടുക്കുന്ന മുങ്ങികളാവുന്ന അവർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട തയ്യാറാണ്. അന്ന് ആ ദിവസം തന്നെ പതാക ദിനവും നടത്തപ്പെടുന്നതാണ്. പിന്നെ പ്രചരണത്തിന് വേണ്ടി വരക്കൽ നിന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഫ്ലാഗ് ഓഫ് ചെയ്ത് ബാംഗ്ലൂരിലേക്ക് പുറപ്പെടും. ദിവസം പിന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലും കേരളേതര മറ്റ് ഇന്ത്യയിലെ